ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ധന്വന്തരയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ശ്രീ ഗണേശായ നമഃ. അവിഘ്നമസ്തു. ഓം രോഗാനശേഷാനപഹംസി തുഷ്ടാ കാമാനഭീഷ്ടാനഖിലാൻ ദദാസി ത്വാം ആശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാം ഹി ആശ്രയതാം പ്രയാന്തി. ഓം ശ്രീ വിദ്യായേ നമഃ. ശ്രീവിദ്യാ അസ്തു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷു ഉന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അവിഘ്നമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഭാഗവത യജ്ഞവേദിയിലേക്ക് എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന മള്ളിയൂർ ആധ്യാത്മിക പീഠത്തിനും അതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇത്തവണ ഇവിടെ അന്തേവാസികളായി അല്ലെങ്കിൽ ഇവിടെ താമസിച്ചുകൊണ്ട് 10-60ഓളം ആളുകൾ ഈ ഭാഗവത അമൃതം പാനം ചെയ്യാനെത്തിയിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷവുമുണ്ട്. എന്നോട് ഇത്തവണ ആധ്യാത്മികതയും ആരോഗ്യവും എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ് ആധ്യാത്മികത എന്ന് ചിന്തിച്ചുകൊണ്ട് ആരംഭിക്കാം. ഭാരതീയമായ ശാസ്ത്രങ്ങളെ നമുക്ക് ആധ്യാത്മികമെന്നും ആധിലൗകികമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. എന്താണ് അധീകരണം? ആത്മാനം, ആത്മാവിനെ അധികരിച്ചുള്ളത് എന്നാണ് ആധ്യാത്മികം എന്ന വാക്കിൻ്റെ അർത്ഥം. അവിടെ ആത്മശബ്ദത്തിന് അവനവനെ അല്ലെങ്കിൽ എന്നെ തന്നെ, എന്നെ അധികരിച്ചുള്ള പഠനങ്ങളെയൊക്കെ നമുക്ക് ആധ്യാത്മികം, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓരോരുത്തരെയും പറ്റിയുള്ള പഠനത്തെ നമുക്ക് ആധ്യാത്മികം എന്ന് വിളിക്കാം. നിങ്ങളെപ്പറ്റി നിങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തിലൂടെ നിങ്ങൾ നേടുന്നതെല്ലാം ആധ്യാത്മികമാണ്. കാരണം ഈ വാക്കുകളൊക്കെ തന്നെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? ആധ്യാത്മികം എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഡോക്ടർ ആധ്യാത്മികതയെപ്പറ്റി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങളുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലൊക്കെ
കുറച്ച് പ്രശ്നങ്ങളുണ്ടാവാം. അതും ഗവേഷണത്തിലൊക്കെ ഇടപെടുന്ന ഒരാൾ ആധ്യാത്മികതയെപ്പറ്റി സംസാരിക്കുമ്പോൾ, ഇപ്പോൾ മദ്രാസ് IIT-യുടെ ഡയറക്ടർ ഗോമൂത്രത്തെപ്പറ്റി പറഞ്ഞത് വിവാദമായിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലേ. അപ്പോൾ ശാസ്ത്രമെന്ന് പറയുന്നത് എന്തോ ആധ്യാത്മികതയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ ഈ ആധ്യാത്മികത എന്നുള്ള വാക്ക് എന്തോ അസത്യപൂർണമായ ചില സംഗതികളെപ്പറ്റിയുള്ള പരാമർശമാണ് എന്നൊക്കെ എവിടെയൊക്കെയോ സാമാന്യജനം ധരിച്ചു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമ്മളും ശരിയായി തന്നെ ധരിക്കേണ്ടതുണ്ട്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അവനവനെ പറ്റിയുള്ള അറിവിനെയാണ് അല്ലേ. ആധിലൗകികം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെപ്പറ്റി അല്ലേ, പ്രപഞ്ചത്തെപ്പറ്റി ഉള്ള പഠനങ്ങളാണ്. ഇത് പരസ്പര പൂരകങ്ങളുമാണ്. അതങ്ങനെ നിൽക്കട്ടെ. ഒരു ഗ്രന്ഥത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന ചരകസംഹിത എന്ന് പറയുന്നൊരു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു, യാവന്ത പുരുഷേ മൂർത്തിമന്തോ ഭാവവിശേഷ താവന്ത ലോകേ ഇതി എന്ന്. ഒരു മനുഷ്യനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ എന്തെല്ലാം ഭാവവിശേഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം ഈ പ്രപഞ്ചത്തിലും ഉണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ചും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഭാവവിശേഷങ്ങളുണ്ടോ അതെല്ലാം നമ്മുടെ ഉള്ളിലും ഉണ്ട് എന്ന് ചരകസംഹിത എന്നാണ് പറയുക. അത് വൈദികമായിട്ടുള്ള സംഹിതകളെന്ന് പറയുമ്പോൾ വേദഗ്രന്ഥങ്ങളുടെ ഒരു തുടർച്ചയാണ് അല്ലേ. ആയുർവേദമെന്ന് പറയുന്നത് ആയുഷപാലനം വേദം ഉപവേദം അഥർവണ. അഥർവവേദത്തിൻ്റെ ഉപവേദമായിട്ടോ അല്ലെങ്കിൽ ഋഗ്വേദത്തിൻ്റെ ഉപവേദമായിട്ടോ വേദ സാഹിത്യത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ സംഹിതകളൊക്കെ. അങ്ങനെയുള്ളൊരു വേദസംഹിത പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് നിങ്ങളുടെ ശരീരത്തിലും ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടോ അത് ഈ പ്രപഞ്ചത്തിലും ഉണ്ട്. അപ്പോൾ രണ്ടും എന്താണ്? പൂരകങ്ങളാണ് അല്ലേ. പൂർണ്ണമത പൂർണ്ണം ഇതം എന്ന് പറഞ്ഞതുപോലെ അല്ലേ. അപ്പോൾ നമ്മളെപ്പറ്റി നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്തിൽ പ്രവർത്തിച്ചു തുടങ്ങി? ആധ്യാത്മികതയിൽ പ്രവർത്തിച്ചു തുടങ്ങി. അതത്ര വലിയ തെറ്റാണോ? അല്ല. നമുക്ക് പാശ്ചാത്യമായിട്ടുള്ള ശാസ്ത്രങ്ങളെ, അത് മെറ്റീരിയൽ സയൻസുകൾ, ഭൗതികമായിട്ടുള്ള ശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നവീന ശാസ്ത്രങ്ങളെ അപേക്ഷിച്ച്, ഇപ്പോൾ ശാസ്ത്രം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താ ശാസ്ത്രം? ശാസ്ത്രം എന്നുള്ള വാക്ക് പാശ്ചാത്യനുണ്ടാക്കിയതാണോ? അങ്ങനെയാണോ? ശാസ്ത്രം എന്നുള്ള വാക്ക് പാശ്ചാത്യനുണ്ടാക്കി തന്നതാണോ? അല്ല അല്ലേ. ശാസനാത് ത്രായതേ ഇതി ശാസ്ത്ര എന്നാണ് അല്ലേ. ശാസനകളെ കൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നതെന്തോ അത് ശാസ്ത്രം അല്ലേ. നമ്മളെ ശാസിച്ച് രക്ഷിക്കുന്നത് എന്തോ അത് ശാസ്ത്രം. അതിൻ്റെ സ്വഭാവം എന്താണ്? വിധി നിഷേധാത്മകം ശാസ്ത്രം എന്ന് പറയും. വിധിയും നിഷേധങ്ങളും പറയുന്നതാണ് ശാസ്ത്രത്തിൻ്റെ സ്വഭാവം. ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യരുത്, ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേത് അല്ലേ. നിങ്ങൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കൂ. അതെന്താണ്? ഒരു വിധിയാണ് അല്ലേ. പുന്നാദ്യാദജീർണവമധു ശ്വാസകാസജ്വരാർദിതി എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ അസുഖങ്ങളുള്ള ആളുകളൊന്നും കുളിക്കണ്ട എന്ന് പറയുന്നത് എന്താണ്? നിഷേധമാണ് അല്ലേ. അത് ചെയ്യണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ വിധിയും നിഷേധവും അടങ്ങുന്നതാ എന്തോ അത് എന്താണ്? ശാസ്ത്രമാണ്. ഇങ്ങനെയുള്ള ശാസനകളെ കൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നത് എന്തോ അതാണെന്ത്? ശാസ്ത്രം. അതാണോ സയൻസ് എന്നവിടെ നിൽക്കട്ടെ അല്ലേ. എന്താണ് സയൻസ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ശാസ്ത്രം എന്നുള്ള വാക്ക് ഭാരതീയന് ഉപയോഗിക്കണമെങ്കിൽ പാശ്ചാത്യ ശാസ്ത്രങ്ങളുടെ ലൈസൻസിൻ്റെ ആവശ്യമില്ല. അത് നമ്മളുടെ തന്നെ പദമാണ് അല്ലേ. അപ്പോൾ ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ജീവൻ, അടിസ്ഥാനപരമായിട്ട് എന്താണ്, വാട്ട് ഈസ് ലൈഫ് അല്ലേ. നമ്മളെല്ലാം സാമാന്യമായിട്ട് ജീവനുള്ള വസ്തുക്കളാണല്ലേ. എന്താണ് ജീവൻ, എന്താണ് ആയുസ് എന്നതിനെ ഭാരതീയ ശാസ്ത്രങ്ങൾ ഇങ്ങനെ വളരെ ലളിതമായി നിർവചിക്കുന്നു. ശരീര ഇന്ദ്രിയ
സത്വ ആത്മാ സംയോഗോ ധാരി ജീവിതം നിത്യഗശ്ച അനുബന്ധശ്ച പര്യായൈ ആയുരുച്യത്തെ. അപ്പം ആദ്യത്തെ വരിയിൽ നിർവചനം പറഞ്ഞു, പിന്നെ പര്യായങ്ങളാണ് പറഞ്ഞു. എന്താണ് ലൈഫ് അല്ലെങ്കിൽ എന്താണ് ആയുസ് എന്ന് ചോദിച്ചാൽ, ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ആത്മാവും സംയോജിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജീവൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത്. ശരീര ഇന്ദ്രിയ സത്വ ആത്മാ സംയോഗ, അതാണെന്ത്? ജീവൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങളും പാശ്ചാത്യമായിട്ടുള്ള ശാസ്ത്രങ്ങളും തമ്മിലുള്ള അടിസ്ഥാനപരമായ ബയോളജിയെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ജീവനെ പറ്റിയിട്ടുള്ള വ്യത്യാസം അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ നിർവചിക്കുന്നതിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം തന്നെ ഇതാണ്, അല്ലേ? ഇപ്പം ഞാൻ ഒരു സയൻറ്റിഫിക് പ്ലാറ്റ്ഫോമിൽ ചെന്ന് ആത്മാവെന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ അവിടെ നിന്ന് അടിച്ച് ഓടിച്ചു കളയും, അല്ലേ? ആത്മാവെന്ന് പറയുന്നതിനൊന്നും സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലത്രേ, അല്ലേ? മനസ്സിന് തന്നെ എന്തില്ല? ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല. സൈക്കോളജിയെ പൂർണ്ണമായും ആധുനിക ശാസ്ത്രം ഇനിയും ഒരു സയൻസായി അംഗീകരിച്ചിട്ടില്ല. സൈക്യാട്രി എന്താണ്? സയൻസാണ്. സൈക്യാട്രി പറയുന്നത് മനസ്സ് എന്ന് പറയുന്ന ഒരു മൂന്നാമതൊരു വസ്തു ഇല്ല. നിങ്ങളുടെ ബ്രെയിനിനുള്ളിൽ നടക്കുന്ന ചില രാസപ്രക്രിയകളോ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിഷൻസോ ഒക്കെ മാത്രമാണ് നിങ്ങളുടെ ചിന്തയെയും ബോധത്തെയും ഒക്കെ ഉണ്ടാക്കുന്നത്. മനസ്സ് എന്ന് പറഞ്ഞ് വേറൊരു സാധനം ഇല്ല തന്നെ. അങ്ങനെയാണ് ആധുനിക വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ പാശ്ചാത്യ വൈദ്യശാസ്ത്രം വിശ്വസിക്കുന്നതെങ്കിൽ, ഭാരതീയമായ വൈദ്യശാസ്ത്രം പറയുന്നു ആത്മാവ് എന്നുണ്ട്, മനസ്സ് എന്ന് വേറൊന്നുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ശരീരമുണ്ട്. ഇന്ദ്രിയങ്ങളുണ്ടോ ശരീരങ്ങളുണ്ടോ എന്നതിൽ ആധുനിക ശാസ്ത്രങ്ങൾക്കും എന്തില്ല? തർക്കമില്ല. പിന്നെ തർക്കം എവിടെയാണ്? മനസ്സുണ്ടോ ആത്മാവുണ്ടോ എന്നതിലാണ് തർക്കം. അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് മലയാളത്തിൽ പറയാം എനിക്ക് മനസ്സില്ല, അല്ലേ? എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സേ ഇല്ലെന്നാണോ ഉദ്ദേശിച്ചത്? ഇല്ല, നിങ്ങൾ യു ഡോണ്ട് ഹാവ് ദ വിൽ ടു ഡു സംതിങ്, നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഭാവിക്കുന്നില്ല എന്നാണ്, അല്ലേ? നിങ്ങൾക്ക് മനസ്സുള്ളവരാണോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരൊക്കെ? മനസ്സില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈപോക്കാമോ? നിങ്ങൾക്ക് മനസ്സില്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, എല്ലാവരും മനസ്സുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ശരി. അപ്പോൾ ഇത് അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളാണ് ഭാരതീയ ശാസ്ത്രങ്ങളും വസ്തുനിഷ്ഠമെന്നൊക്കെ പറയാവുന്ന ഒബ്ജക്റ്റീവ് സയൻസും തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായ വിശ്വാസമാണ് അല്ലെങ്കിൽ അടിസ്ഥാനമായ വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? ജീവൻ എന്ന് പറയുന്നതിനെ ഭാരതീയ ശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നത് ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ആത്മാവും ചേർന്ന് സംയോജിക്കുന്നതിനെ, യോഗ എന്നുള്ള വാക്ക് ഒന്നാവുക എന്നാണ് അർത്ഥം, അല്ലേ? ചേർന്നിരിക്കുകയല്ല, അതെന്തായി മാറും? ഒന്നായി മാറും. നിങ്ങൾക്കിപ്പോൾ ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ മനസ്സ്, ഇതെൻ്റെ ആത്മാവ് എന്നൊന്നും തൊട്ട് കാണിക്കാൻ വയ്യാത്ത വിധം ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ആത്മാവും എന്തായി ചേർന്നു? സമ്യക്കായി യോജിച്ച് ഒന്നായി മാറിയിരിക്കുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് എന്തെന്ന് വിളിക്കുക? ജീവൻ എന്നൊക്കെ വിളിക്കുക. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിൻ്റെ ശരീരമെടുക്കുന്ന പ്രക്രിയയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ജീവൻ എന്ന് നമ്മുടെ ഭാഷയിൽ പറയുന്നത്. അത് നമ്മളുടെയൊക്കെ ആയുർവേദ ശാസ്ത്രത്തിൽ ഗർഭമുണ്ടാവുന്നതിനെ പറ്റി പറയുമ്പോൾ ശുദ്ധേ ശുക്രാർത്തവേ സത്വ സ്വകർമ്മ ക്ലേശചോദിത ഗർഭസമ്പദ്യതേ യുക്തിവശാത് അഗ്നിരിവ അരണൗ എന്ന് പറഞ്ഞു. ആധുനിക ശാസ്ത്രങ്ങളനുസരിച്ച് അണ്ഡവും പുംബീജവും തമ്മിൽ ചേർത്താൽ എന്തുണ്ടാവും? ജീവനുണ്ടാവും, അല്ലേ? അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്. അണ്ഡവും പുംബീജവും തമ്മിൽ ചേർന്നാൽ എന്തുണ്ടാവും? ജീവനുണ്ടാവും. ഉണ്ടാവൂ? അണ്ഡവും പുംബീജവും തമ്മിൽ ചേർന്നാൽ ജീവനുണ്ടാവൂ? ഉണ്ടാവില്ല. അതവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ, അല്ലേ,
ആർട്ടിഫിഷ്യലായിട്ട് നടത്തുന്ന ഇക്സിയോ ഇൻവൈട്രോ ഫെർട്ടിലൈസേഷൻസോ അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയറിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു സ്ത്രീയിൽ നിന്ന് അല്ലേ ഹോർമോണൊക്കെ കൊടുത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ഓവംസിനെ സെക്രീറ്റ് ചെയ്യിച്ചിട്ട് അത് എന്ത് ചെയ്തെടുക്കും? ഇഞ്ചെക്ട് ചെയ്തെടുക്കും. ഒരു പുരുഷനിൽ നിന്ന് അയാളുടെ സ്പേം കളക്ട് ചെയ്ത് അതിൽ വാഷ് ചെയ്ത് അതിന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള സ്പേമിനെ സെഗ്രിഗേറ്റ് ചെയ്തെടുക്കും. ഇതിന് രണ്ടിനെയും കൂടെ ഒരു മീഡിയത്തിൽ വെച്ച് സംയോജിപ്പിക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ് എംബ്രിയോയിനെ കളക്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വയ്ക്കും. അതിൽ നിന്ന് ഒരു എംബ്രിയോയെ 1, 2, 3, 4 എംബ്രിയോ ഒക്കെ എടുത്തിട്ട് ഗർഭാശയത്തിൽ ഇംപ്ലാന്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? 25% സക്സസ്ഫുൾ ആവും, 75% ഫെയിലർ ആവും. അല്ലേ? അപ്പോൾ എന്തുണ്ടാവില്ല? അണ്ഡവും പുംബീജവും ചേർന്നാൽ അതും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അണ്ഡത്തെയും പുംബീജത്തെയും സങ്കല്പിച്ച് ഏറ്റവും ഒപ്റ്റിമലായിട്ടുള്ള അല്ലേ എല്ലാ ഹോർമോൺസും എല്ലാ ന്യൂട്രിയൻസും ആർട്ടിഫിഷ്യലി മോണിറ്റർ ചെയ്തുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ പോലും എന്തുണ്ടാവില്ല? ജീവനെല്ലാം ഇപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതവർക്കും അറിയാം. അപ്പോൾ അവിടെ ചികിത്സിക്കുമ്പോൾ ഡോക്ടർമാരും അലോപ്പതി ഡോക്ടർമാരും പറയും ഒന്ന് പ്രാർത്ഥിച്ചോളാൻ പറയും. ഇതൊക്കെ ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യാം, പക്ഷെ നിങ്ങളെന്ത് ചെയ്തോളൂ? ഒന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. അതെന്തിനാണെന്ന് അവർക്കും അറിയില്ല. അല്ലേ? ഈ അജ്ഞത വരുമ്പോഴാണ് നമ്മൾ പൊതുവേ ആധ്യാത്മികതയെ പിടിക്കുക. അല്ലേ? നമുക്ക് ആക്സസ് ഇല്ലാത്ത അറിവില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പൊതുവെ എന്തിലേക്ക് പിടിക്കും? ഈശ്വരനെ ഒന്ന് പിടിക്കും. അല്ലേ? അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും ആയുർവേദത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാരതീയമായ ശാസ്ത്രങ്ങളുടെ കാഴ്ചപ്പാടിൽ ശുക്ലാർത്തവങ്ങൾ, ശുദ്ധമായ ശുക്ലവും ആർത്തവും സംയോജിക്കുമ്പോൾ അതിലേക്ക് സത്വ എന്നാണ് പറഞ്ഞത്. അല്ലേ? അവിടെ സത്വ സ്വകർമ്മക്ലേശത്താൽ, സ്വന്തം കർമ്മത്തിൻ്റെ ക്ലേശത്താൽ ഇനിയും ജീവിക്കണമെന്ന് താല്പര്യമുള്ള ഒരു ആത്മാവ്, ഒരു സത്വം അതിലേക്ക് ചേരുമ്പോൾ അതിന് ജീവനുണ്ടാകും. എങ്ങനെ പോലെ? അഗ്നി ഇവ അരണവും, അരണിയിൽ അരണി കടയുമ്പോൾ അഗ്നി ഉണ്ടാവുന്നത് പോലെ ഈ ശുദ്ധശുക്രാർത്തവങ്ങൾ സംയോജിച്ചിരിക്കുന്നതിലേക്ക് ആത്മാവ് ശുദ്ധങ്ങളായുള്ള ആത്മപ്രകൃതി വികാരങ്ങളൊക്കെ ആയിട്ട് വന്ന് ചേരുമ്പോൾ, അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം ഇതിലേക്ക് ലയിക്കുമ്പോൾ അരണി കടയുന്നത് പോലെ അതിൽ ജീവനുണ്ടാവും എന്നാണ് ജീവനുണ്ടാവുന്ന പ്രക്രിയയെപ്പറ്റി മഹർഷിമാർ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗർഭം ധരിക്കുക, ഗർഭധാരണമായിട്ട് നമ്മളുടെ ഭാരതീയങ്ങളായിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കുന്നതെങ്കിൽ പാശ്ചാത്യ ശാസ്ത്രങ്ങളൊക്കെ കേവലം പുംബീജവും അണ്ഡവും തമ്മിൽ സംയോജിച്ചാൽ ജീവനുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അല്ലേ? ഇതാണ് വ്യത്യാസം. പുംബീജവും അണ്ഡവും തമ്മിൽ ചേർന്നാണ് ഞാനുണ്ടായത് എന്ന് മനസ്സിലാക്കുമ്പോഴും അതും എന്തു തന്നെയാണ്? നമ്മുടെ ഭാഷയിൽ ആധ്യാത്മികമായ അറിവ് തന്നെയാണ്, എന്നെ പറ്റിയിട്ടുള്ള ഒരറിവ് തന്നെയാണത്. അല്ലേ? ഞാൻ ഉണ്ടാവുന്നത് 46 ക്രോമസോമുകൾ ചേർന്നിട്ടാണ്. അല്ലേ? 23 അമ്മയിൽ നിന്നും 23 അച്ഛനിൽ നിന്നും കിട്ടിയ ക്രോമസോമുകൾ സങ്കലിച്ചാണ് ആ തന്തുമയനായിട്ടാണ് ഈ ചരടിലൂടെയാണ് ഈ ജനറേഷനുകൾ ഇങ്ങനെ കടന്നു പോകുന്നതെന്ന് അറിയുമ്പോഴും അതും ഒരു ആധ്യാത്മികമായ അറിവ് തന്നെയാണ്, എന്നെ പറ്റിയിട്ടുള്ള ഒരു അറിവ് തന്നെയാണ് അതും. അല്ലേ? അപ്പോൾ ആധ്യാത്മികതയും ആരോഗ്യവും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഞാൻ എന്താണ് എന്ന് അറിയലാണ് ആധ്യാത്മികത. അല്ലേ? ഞാൻ എന്താണ് എന്നറിയാതെ പിന്നെ എങ്ങനെ ആരോഗ്യം ഉണ്ടാവാനാണ്? അല്ലേ? അപ്പോൾ സംശയമില്ല. ആധ്യാത്മികതയും ആരോഗ്യം എന്ന് വെച്ചാൽ ആധ്യാത്മികമായിട്ടുള്ള അറിവുണ്ട്. എന്നെപ്പറ്റി അറിവുണ്ടെങ്കിൽ എനിക്ക് ആരോഗ്യപൂർണ്ണമായിട്ട് നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ, അല്ലേ, ആ മൊബൈൽ ഫോണിൻ്റെ ചാർജർ എവിടെയാണ്, അത് എന്ത് തരത്തിലുള്ള സോഫ്റ്റ്വെയർസാണ് അതിനകത്ത് റൺ ചെയ്യേണ്ടത്, എന്ത് ആപ്സൊക്കെ അതിനകത്ത് ഡൗൺലോഡ് ചെയ്യണം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലേ? അതുപോലെ നിങ്ങൾക്കൊരു ശരീരം കിട്ടുമ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണെന്നൊക്കെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്കതിനെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആധ്യാത്മികമായ അറിവില്ലാതെ നമുക്ക് സേഫായിട്ട് അല്ലെങ്കിൽ ആരോഗ്യത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അതൊരു ചർച്ചയുടെ ആവശ്യമേ തന്നെ ഇല്ല. പക്ഷേ ഭാരതീയമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ശാസ്ത്രങ്ങൾ പറയുന്നത് ഞാൻ എന്തല്ല, ഞാൻ ശരീരമല്ല, ഞാൻ ശരീരമല്ല. അല്ലേ? ഞാൻ എന്തുമല്ല, മനസ്സുമല്ല. അല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞു. നാസ്തീയം പറയുന്ന പോലെ മനോബുദ്ധ്യഹങ്കാര ചിത്താവിനാഹം ചിത് ആനന്ദരൂപം ശിവോ അഹം എന്ന് പറഞ്ഞു. അല്ലേ?
ഞാൻ ഇതൊന്നുമല്ലാത്ത മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ചിത്തമോ ഒന്നുമല്ല ഞാൻ എന്താണ്? ഞാൻ പ്യുവർ കോൺഷ്യസ്നെസ്സാണ്, അല്ലേ? ഞാൻ സത്തും ചിത്തും ആനന്ദവുമാണ്, സച്ചിദാനന്ദ സ്വരൂപനായ ശിവനാകുന്നു ഞാൻ, അല്ലേ? സത്തയുള്ളതും. നിങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, നിങ്ങളൊക്കെ മിഥ്യയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ സത്യം എന്താണ്? ഞാനാണ്, അല്ലേ? ഞാനുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ എൻ്റെ ഇല്യൂഷനാവാം. പക്ഷേ എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത് എന്താണ്? ഞാൻ തന്നെയാണ്, സത്തയുള്ളതാണ്. ഞാനുണ്ട്, അല്ലേ? ഞാനുണ്ട് എന്നെനിക്ക് സംശയമില്ല. സത്താണ്, അത് ചേതനവത്താണ്, ചൈതന്യപൂർണ്ണമാണ്, കോൺഷ്യസാണ്, അല്ലേ? അവെയർനെസ്സാണ്, അല്ലേ? ഞാനെന്ന് പറയുന്നത് ഉള്ളതാണ്, ഇല്ലാത്തതല്ല. അതിനെന്തുണ്ട്? അതിൽ കോൺഷ്യസ്നെസ് ഉണ്ട്, അതിന് അവെയർനെസ് ഉണ്ട്, അതിന് ബോധമുണ്ട്, അല്ലേ? പിന്നെ അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ശോകതയല്ല, കോപമല്ല, എന്താണ്? ആനന്ദമാണ്, അല്ലേ? എന്നുള്ളൊരു ബോധം ആണ് നമ്മളുടെ ആധ്യാത്മിക വിദ്യയിലൂടെ നമ്മൾ നേടാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് ആരോഗ്യം എന്നതിലേക്ക് ആധ്യാത്മികതയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ സമർപ്പിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരംശം. ഇതിലേക്ക് നമ്മൾ എങ്ങനെ എത്തിച്ചേരും എന്നുള്ളതാണ്, അല്ലേ? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. സത്യത്തിൽ എനിക്ക് എത്ര സമയമാണ് ഞാൻ സംസാരിക്കേണ്ടതെന്ന് വലിയ ബോധമില്ല. സാധാരണ എത്ര സമയം ഇവിടെ സംസാരിക്കുക? 1 മണിക്കൂർ. ഓക്കെ, ശരി. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് സാധാരണ ചെയ്തു കൂട്ടുന്നത് നോക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് വൈദ്യശാസ്ത്രപരമായിട്ട് 2ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് 2ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ തരംതിരിക്കാം. നമ്മൾ ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറയാമോ ആരെങ്കിലുമൊക്കെ? ബോധപൂർവം ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ബോധപൂർവമാണെന്ന് വിചാരിക്കുക, അല്ലേ? സംസാരിക്കുക, അല്ലേ? ഭക്ഷണം കഴിക്കുക, പിന്നെയോ പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ ഈ പ്രവർത്തികൾ എന്താണെന്ന ചോദ്യം. ശരി, നടക്കുക, കൈ ഉയർത്തുക, അല്ലെങ്കിൽ അതൊക്കെ എന്താണ്? നമ്മൾ ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തികളാണ്, അല്ലേ? ഇനി നമ്മൾ അബോധപൂർവമായ അല്ലെങ്കിൽ ബോധമില്ലാതെ, നമ്മൾക്ക് ബോധമില്ലാതെ ചെയ്യുന്ന പ്രവർത്തികളുണ്ട്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാമോ? എന്തോ? അതെ, വെരി ഗുഡ്. നിങ്ങളുടെ ഹൃദയം ഇടിക്കുക, അല്ലേ? ഇത് വേറെ ആരെങ്കിലും ചെയ്യുന്നതാണോ? വേറെ ആരെങ്കിലും ആണോ നിങ്ങളുടെ ഹൃദയത്തെ ഇടിപ്പിക്കുന്നത്? അല്ല. പിന്നെയോ? നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്യുക, അല്ലേ? ഭക്ഷണം ദഹിപ്പിക്കുക, നിരവധി ദഹനേന്ദ്രിയങ്ങൾ ദഹനരസങ്ങളെയോ എൻസൈമുകളെയോ ഹോർമോണുകളെയോ ഒക്കെ ഉൽപ്പാദിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കൂ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഇതൊക്കെ വേറെ ആരെങ്കിലും ചെയ്യുന്നതാണോ? സംശയമുണ്ടോ? ഇല്ല, നമ്മൾ തന്നെ ചെയ്യുന്നതാണല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ വോളണ്ടറി ഫങ്ഷൻ എന്നും ഇൻവോളണ്ടറി ഫങ്ഷൻസ് എന്നും പറയാം. അല്ലെങ്കിൽ ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തികളെന്നും അബോധമായി ബോധമില്ലാതെ തന്നെ ഒരാൾ ബോധം കെട്ട് വീണാലും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഹാർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, ഹോർമോൺസൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണം, തെർമോ റെഗുലേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കണം, നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അൺകോൺഷ്യസ് ആയിട്ട് ഒരാൾ അബോധ അവസ്ഥയിലേക്ക് ഒരാൾ പോയാൽ പോലും നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ? ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ തന്നെയല്ലേ? സംശയമുണ്ടോ? നിങ്ങൾ നല്ല ഗാഠനിദ്രയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ, സുഷുപ്തിയിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കണം, അല്ലേ? നമ്മുടെ ഓരോ കോശങ്ങളും പ്രവർത്തിപ്പിക്കണം, അല്ലേ? ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ നടത്തണം. ഇതൊക്കെ നടത്തുന്നത് വേറെ ആരെങ്കിലും ആണോ? അല്ല, നമ്മൾ തന്നെയാണല്ലേ. അപ്പോൾ നോക്കൂ, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിലും നമുക്ക് ഏതാണ്ട് 600 മസിലുകളാണ്, പേശികളാണ് ഉള്ളത് മനുഷ്യ ശരീരത്തിൽ. അപ്പോൾ ഈ പേശികളെയാണ് നിങ്ങൾ ബോധപൂർവം ചലിപ്പിക്കുന്നത്. സംസാരിക്കാനാണെങ്കിലും നടക്കാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഈ 600ഓളം പേശികളെയാണ് നിങ്ങൾ ബോധപൂർവം നിങ്ങൾക്ക് ചലിപ്പിക്കാൻ കഴിയുക.
ശരി, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റികളെ സയൻറ്റിഫിക്കലി ഒരു 3000 ആക്ഷൻസ് നിങ്ങൾ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഏകദേശം കൗണ്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബോധപൂർവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികൾ ഏതാണ്ട് 3000-ഓളം പ്രവർത്തികളായിട്ട് കൗണ്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാമോ, നിങ്ങൾ അബോധമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര ഉണ്ടാവും? വെറുതെ ഒന്ന് ഗസ് ചെയ്ത് എന്നോടൊന്ന് പറയാമോ? എത്ര ഫങ്ഷൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും ബോധമില്ലാതെ എന്നൊന്ന് ഊഹിച്ച് പറയാമോ? ചുമ്മാ ഒരു വെറുതെ ഒരു സംഖ്യ പറയൂ. എത്രയാണ്? ഉറക്കെ പറയൂ. ഊഹിക്കാൻ പറ്റുന്നില്ല. അതെ, കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കൂടുതലായിരിക്കും അല്ലേ? ഏതാണ്ട് 15 മുതൽ 20 കോടി വരെയാണ്. എത്രയാണ്? 15 മുതൽ 20 കോടി വരെ ഫങ്ഷൻസാണ് നിങ്ങൾ ഇൻവോളണ്ടറി ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അബോധപൂർവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, നോക്കൂ, നിങ്ങളെല്ലാവരും ഞാനും ഒക്കെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി ജനിച്ച് ആ ഭ്രൂണാവസ്ഥയിൽ നിന്ന് ഒരു ശിശുവായി പിറന്നു അല്ലേ? ഇതാര് ചെയ്തതാ? അതും നമ്മൾ തന്നെ ചെയ്തതാ. വേറെ ആരെങ്കിലും ചെയ്തതാണോ? ആണോ? അല്ല, അതും നമ്മൾ തന്നെ ചെയ്തതാണ്. അതായത് ഒരു ഏകകോശത്തിൽ നിന്ന് ഒരു മൾട്ടി സിസ്റ്റം ഉള്ള, അല്ലെങ്കിൽ എത്രയധികം അവയവങ്ങളുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജീവിയായി വികസിപ്പിച്ചതും ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. സംശയമുണ്ടോ? വേറെ ആരെങ്കിലും ആണോ? സംശയമുണ്ടോ അതിൽ? അത് വലിയ സംശയമായിരിക്കുമല്ലോ. ഇപ്പം അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അല്ലേ? അതും എന്ത് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. അതിൽ ഒരു പക്ഷേ ആവശ്യമുള്ള ഓക്സിജനെയോ അല്ലേ പോഷക വസ്തുക്കളെയൊക്കെ ആര് തന്നിട്ടുണ്ടാവാം? അമ്മ തന്നിട്ടുണ്ടാവാം. പക്ഷേ ഒരു ഭ്രൂണത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ നിർമ്മിച്ചതും ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. ആ അവയവങ്ങളെ അല്ലേ, ഹൃദയമുണ്ടായ 4-ാമത്തെ ആഴ്ച തൊട്ട് അവസാനത്തെ ശ്വാസം വരെ ആ പേശിയെ താളത്തിൽ അല്ലേ, ഈണത്തിൽ അല്ലേ, പല മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും അതിനനുഗുണമായി പ്രവർത്തിപ്പിക്കുന്നതും ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാത്ത ഒരു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് ഇല്ലേ? നിങ്ങളറിയാത്ത ഒരു അല്ലേ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. ആ നിങ്ങൾക്കറിയാത്തതായി ഒന്നുമില്ല. ആ നിങ്ങൾക്കറിയാത്തതായി ഒന്നുമില്ല തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ആ നിങ്ങൾക്ക് ഈശ്വരനെന്ന് വിളിക്കാം. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിയെയും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഈ ജീവജാല ചംക്രമങ്ങളിലേക്ക് അല്ലേ, ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്കുള്ള ഒരു തന്തുണ്ട് അല്ലേ, ഒരു ചരടുണ്ട്, ഒരു വികാസമുണ്ട് അല്ലേ. അത് ദശാവതാരങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിനെയൊക്കെ ക്രമീകരിക്കുമ്പോൾ നമ്മൾ വളരെ ലളിതമായി പറഞ്ഞാൽ ഇതിൻ്റെ ആശ്ചര്യം നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കോശങ്ങളെക്കാൾ 10 മടങ്ങ് നിങ്ങളുടെ ശരീരത്തിൽ നല്ല ബാക്ടീരിയകളുണ്ടത്രേ. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ കോശങ്ങളുടെ ഏതാണ്ട് 10 മടങ്ങ് നല്ല ബാക്ടീരിയകളുണ്ടത്രേ. അതിനെയാണ് മൈക്രോബയോം എന്ന് പറയുക. ഇതിനെ 10, 4000, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഋഷിമാർ മനസ്സിലാക്കിയിരുന്നു. അതിനെ സഹജകൃമികൾ എന്നാണ് വിളിച്ചിരുന്നത്. നിങ്ങളോടൊപ്പം ജനിക്കുന്ന കൃമികൾ എന്നാണ് വിളിച്ചിരുന്നത്. സൂക്ഷ്മകൃമികളാണ്, സൂക്ഷ്മങ്ങളായ ജീവികളാണ് അല്ലേ. നിങ്ങളുടെ തൊലിപ്പുറമേ ഉള്ള അണുക്കളുണ്ട്, നിങ്ങളുടെ വായിലുള്ള അണുക്കളുണ്ട്, നിങ്ങളുടെ മൂക്കിലുള്ള അണുക്കളുണ്ട്. നിങ്ങളുടെ കോശങ്ങളെക്കാൾ നിങ്ങളുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആ ബാക്ടീരിയകളാണ്. ആ ബാക്ടീരിയകൾ നശിക്കുമ്പോഴാണ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഇല്ലാതാവുന്നതും മോശം ബാക്ടീരിയകൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇൻഫെക്റ്റഡായി
അല്ലെങ്കിൽ മോശം ബാക്ടീരിയ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലേ? ഞാൻ പറയുന്നത്, നിങ്ങൾ എത്ര കണ്ട് മറ്റു ജീവികളുടെ ഭാഗമാണ് നിങ്ങൾ, മറ്റു ജീവികൾ നിങ്ങളുടെയും ഭാഗമാണ്. അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഒന്നുചേരലിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്നാണ്. അല്ലേ? ഇന്ന് പുറത്ത് നിൽക്കുന്ന ഒരു മാങ്ങയോ തേങ്ങയോ അരിയോ ഒക്കെ നാളെ ഞാൻ ആഹാരമായി കഴിച്ചാൽ അത് എൻ്റെ കോശമായി മാറും. അല്ലേ? ഇപ്പോൾ ഇന്ന് വെളിയിൽ നിൽക്കുന്നത് നാളെ എൻ്റെ ഉള്ളിലായി മാറും. അല്ലേ? ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വെളിയിൽ നിന്ന ഒരു ഓക്സിജൻ മോളിക്യൂളിനെ ഞാൻ നന്നായിട്ടൊന്ന് വലിക്കുമ്പോൾ അത് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറും. അല്ലേ? എൻ്റെ ശരീരത്തിനുള്ളിൽ നിന്നൊരു ഓക്സിജൻ മോളിക്യൂൾ ഒരു കാർബൺ മോളിക്യൂളുമായിട്ട് ചേർന്നിട്ട് CO2 ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് വെളിയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ ഞാനും ഞാനല്ലാത്തതും, മീ ആൻഡ് മീ നോട്ട്, അല്ലേ, എവിടെയാണ്? ഞാനല്ലാത്തത് എന്താണ്? അല്ലേ? ഇതെല്ലാം ഞാൻ തന്നെയാണ്. അല്ലേ? ഞാനെന്ന് പറയുന്നത് കേവലം എൻ്റെ തൊലിയിൽ അവസാനിക്കുന്നത് അല്ല. ഈ ഞാനെന്ന് പറയുന്ന ഉണ്മ തന്നെ, അസ്തിത്വം തന്നെ എന്ത്? എനിക്ക് ചുറ്റുമുള്ള നിരവധി ജീവജാലങ്ങളും, അല്ലേ, ഈ ഭൂമിയുടെ അസ്തിത്വം തന്നെ റിലേറ്റീവ് ഗ്രാവിറ്റി കൊണ്ടാണ്. ഈ ഭൂമി എന്തുകൊണ്ടാണ് ഒരു അച്ചുതണ്ടിൽ ഒരു പ്രത്യേക ആക്സസിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അത് നിയന്ത്രിക്കുന്നത് അതിന് ചുറ്റുമുള്ള മറ്റു ഗ്രഹങ്ങളുടെ ചലനവും അതിൻ്റെ മാസുമാണ്, അതിൻ്റെ ഭാരവുമാണ്. അതിനെ റിലേറ്റീവ് ഗ്രാവിറ്റി എന്ന് പറയും. അല്ലേ? അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്ത് കിടക്കുകയാണ്? ഇതിങ്ങനെ കണക്റ്റഡായി ഇങ്ങനെ അനന്തമായി കിടക്കുകയാണ് ഞാൻ എന്ന് പറയുന്നൊരു പ്രതിഭാസത്തിൻ്റെ അസ്തിത്വം തന്നെ. അല്ല, അത് ഞാൻ അടിസ്ഥാനപരമായി പറഞ്ഞല്ലോ, അത് പാശ്ചാത്യമായിട്ടുള്ള ശാസ്ത്രങ്ങളുടെ പ്രശ്നം. ഇവിടെ മനസ്സുണ്ട് എന്ന് തന്നെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അതായത് വളരെ ലളിതമായൊരു ഒരു കാര്യം പറയാം. ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്ന ഒരാളാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അവർ പറയുന്നു. അങ്ങനെ ഇരിക്കട്ടെ, അദ്ദേഹം ആയിക്കൊള്ളട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹിപ്പോക്രാറ്റസ് ഓത്തുണ്ട്. എന്താണ്? നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒന്നിനെയും എന്ത് ചെയ്യരുത്? നിങ്ങൾ വിശ്വസിക്കരുത്. അല്ലേ? നിങ്ങൾ കാണാൻ കഴിയാത്ത ഒന്നിനെയും നിങ്ങൾ വിശ്വസിക്കരുത്. അല്ലേ? അപ്പോൾ നിങ്ങൾ കാറ്റുണ്ടെന്ന് വിശ്വസിക്കുമോ? അപ്പോൾ നിങ്ങൾ ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുമോ? ഇല്ല. അപ്പോൾ ഭാരതീയ ശാസ്ത്രങ്ങൾ നേരെ തിരിച്ചു പറയുന്നു. പ്രത്യക്ഷമൽപ്പം അനൽപ്പം ഹി അപ്രത്യക്ഷം എന്നും പറയുന്നു. അല്ലേ? നമുക്ക് കണ്ണിലൂടെയും കാതിലൂടെയും ഒക്കെ കേൾക്കാൻ കഴിയുന്നത് എന്താണ്? വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. അല്ലേ? അതുകൊണ്ടാണല്ലോ നമുക്ക് മൈക്രോസ്കോപ്പ് ഉണ്ടാക്കേണ്ടി വന്നത്. അല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് ടെലിസ്കോപ്പ് ഉണ്ടാക്കേണ്ടി വന്നു. അല്ലേ? നമ്മൾ ഉണ്ടാക്കിയ മൈക്രോസ്കോപ്പ് വെച്ച് ഉള്ളതെല്ലാം കണ്ടു കഴിയുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇനി കാണാനില്ലാത്തതൊന്നും എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ കാഴ്ചശക്തിക്കും കേൾവി ശക്തിക്കും ഘ്രാണശക്തിക്കും ഒക്കെ എന്തുണ്ട്? ഒരു റേഞ്ച് ഓഫ് പെർസെപ്ഷനുണ്ട്. അല്ലേ? ഇപ്പോൾ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന ശബ്ദം 20 ഹെഡ്സ് തൊട്ട് 2000 ഹെഡ്സ് വരെയുള്ള ശബ്ദങ്ങളെ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ പറയുന്നത്. അതിൻ്റെ അർത്ഥം 2000 ഹെഡ്സിന് മുകളിൽ ശബ്ദമില്ലെന്നോ 20 ഹെഡ്സിന് താഴെ ശബ്ദമില്ലെന്നോ അർത്ഥമുണ്ടോ? അത് അസത്യമെന്നാണോ? ഹിപ്പോക്രാറ്റസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ എന്താണ്? അതെല്ലാം അസത്യമാവും. അപ്പോൾ നമുക്ക് പെർസീവ് ചെയ്യാൻ കഴിയുന്നതേ സത്യമാവൂ. നമുക്ക് നമ്മുടെ കണ്ണിലൂടെയോ കാതിലൂടെയോ ഒക്കെ നമുക്ക് ഡയറക്റ്റ് പെർസെപ്ഷനിലൂടെ അറിയാൻ സാധിക്കുന്നത് മാത്രമേ സത്യമാവൂ എന്ന് പറയുന്നത് അത്ര വലിയ വിഡ്ഢിത്തരം ലോകത്ത് ഒന്നും തന്നെയില്ല. ഞാൻ വേറെ ലളിതമായൊരു ഉദാഹരണം പറയാം. ഒരു 5 വർഷം മുമ്പാണ് ആധുനിക വൈദ്യശാസ്ത്രം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. 5 വർഷം മുമ്പാണ്. അത് ഒരു പക്ഷേ ഇപ്പോൾ സ്കൂളുകളിലേക്കൊന്നും ആ സിലബസിൽ വന്നില്ല. അതിന് ഇൻട്രസ്റ്റീഷ്യം എന്നാണ് പറയുക. കേട്ടിട്ടുണ്ടാവില്ലല്ലോ. നേരത്തെ നമ്മളൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ഏതാണെന്നാണ്? ത്വക്കാണ് എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൊലിയാണ് എന്നാണ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ. പക്ഷേ ഒരു 5 വർഷം മുമ്പ്
അമേരിക്കയിൽ കണ്ടുപിടിച്ചു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഇൻ്റർസ്റ്റീഷ്യം എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് ഫേഷ്യാസ് ആണ്. അതിനെ ശാസ്ത്രജ്ഞന്മാർ വാട്ടർ ഹൈവേ എന്നാണ് വിളിച്ചത്. ഓക്കെ, അത് എന്തുകൊണ്ട് ഈ 5 വർഷം മുമ്പ് വരെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവത്തെ കണ്ടുപിടിച്ചില്ല എന്ന് ചോദിച്ചാൽ, ജീവനുള്ള ശരീരത്തിനകത്തേക്ക് ഒരു മൈക്രോസ്കോപ്പിനെ കടത്തുന്നതിനുള്ള സാങ്കേതികവിദ്യ വികസിപ്പിച്ചത് കേവലം 5 വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് നമ്മുടെ ശരീരത്തെ മൈക്രോസ്കോപ്പിലേക്കായി പഠിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നൊരു എന്ത് ചെയ്യണം, ഒരു ചെറിയ ഭാഗത്തെ അവർ സ്ലൈസ് ചെയ്തെടുത്ത് അതിനെ സ്റ്റെയിൻ ചെയ്ത് മൈക്രോസ്കോപ്പിൻ്റെ മുമ്പിൽ മൗണ്ട് ചെയ്ത് ബയോപ്സി പോലെയുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതിങ്ങനെ സ്ലൈസൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഉണക്കിയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻ്റർസ്റ്റീഷ്യം അങ്ങ് പോവും. മനസ്സിലായില്ലേ? ജീവനുള്ള ശരീരത്തിലേക്ക് കയറ്റിയപ്പോഴാണ് അവർ കാണുന്നത് അവരൊരിക്കലും കാണാത്ത ഒരു വലിയ ഒരു ഓർഗൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന്. അപ്പോൾ ഇത് മുമ്പ് ചോദിച്ചത്, ഇത് ഇങ്ങനെയുള്ള ശാസ്ത്രം അല്ലെങ്കിൽ പാശ്ചാത്യ ശാസ്ത്രത്തിൻ്റെ ചില അടിസ്ഥാനപരമായ ചില സിദ്ധാന്തങ്ങളുണ്ട്, അല്ലെങ്കിൽ കാണാവുന്നത് മാത്രമേ സത്യമുള്ളൂ എന്നൊക്കെയുള്ള ക്ലാസിക്കൽ സയൻസിൻ്റെ ചില സിദ്ധാന്തങ്ങളെ ഇപ്പോഴും മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡൈക്കോട്ടമി ഉണ്ടാകും, ഒരു സംശയത്തിൻ്റെ ഒരു കാര്യമുണ്ടാകും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോൺ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരാണെങ്കിൽ ഇലക്ട്രോണിനെ കണ്ടിട്ടുണ്ടോ? ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് സയൻസാണോ? ഇലക്ട്രോണിക് സയൻസാണോ അല്ലയോ? അറിയത്തില്ല. ഇലക്ട്രോണിക് സയൻസാണ് അല്ലേ? ഇനി ഇലക്ട്രോൺ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങളാരെങ്കിലും ഇലക്ട്രോണിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് തന്നെ മിഥ്യയല്ലേ? ഇവരുടെ ഭാഷയിൽ ഇവർ പറയുന്ന വാദമനുസരിച്ച് സ്യൂഡോ സയൻസാണെന്ത് ഇലക്ട്രോണിക്സ്. കാരണം നിങ്ങൾക്ക് ഇലക്ട്രോണിനെ കാണാൻ സാധിക്കില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇലക്ട്രോണിക്സ്? അപ്പോൾ ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിക്കുകയും എൻ്റെ അടുത്തേക്ക് നിരവധി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ചികിത്സിക്കുകയും വരുന്നൊരു ആളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ അടുത്ത് വലിയ വലിയ സബാറ്റോമിക് സയൻറ്റിസ്റ്റുകളൊക്കെ വരുമ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇലക്ട്രോണിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവരും പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആരാണത് കണ്ടിട്ടുള്ളത്? അപ്പോൾ ഇന്ന് നിങ്ങൾ അങ്ങനെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെയും സിദ്ധാന്തങ്ങൾ വരും. അതല്ലല്ലോ നമ്മുടെ പ്രശ്നം. ഇപ്പോൾ ഇലക്ട്രോൺ എനർജിയാണോ മാറ്ററാണോ എന്നുള്ളത് തന്നെ വലിയ അൺസർട്ടനിറ്റിയാണ്. മനസ്സിലായില്ലേ? ഒരു ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഭൗതിക ശാസ്ത്രത്തിൽ പോലും അന്തമില്ല. മനസ്സിലായില്ലേ? പിന്നെ എങ്ങനെയാണ് ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ഒരു അന്തമുണ്ടാവാൻ സാധിക്കുക? അപ്പോൾ അത് ഈ സോ കോൾഡ് വെസ്റ്റേൺ സയൻസുകളുടെ ചില അടിസ്ഥാനപരമായ അപ്രോച്ചിൻ്റെ ഡിഫറൻസിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നമാണിപ്പോൾ അങ്ങ് സൂചിപ്പിച്ചത്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ സംശയമില്ലല്ലോ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ ബോധത്തെയും അല്ലേ പോലും നിയന്ത്രിക്കുന്ന ഒരു നിങ്ങളുണ്ട്. ആ നിങ്ങളാണ് നിങ്ങളുടെ ശരീരത്തെ ഉണ്ടാക്കിയതും നിലനിർത്തുന്നതും നശിപ്പിക്കുന്നതും. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുമൊക്കെ ആ ചൈതന്യം തന്നെയാണ്, ആ ബുദ്ധി തന്നെയാണ് അല്ലേ? ഇപ്പം ഞങ്ങൾ ആയുർവേദത്തിൽ ജീവൻ്റെ ഭൗതികമായിട്ടുള്ള ഏറ്റവും സൂക്ഷ്മമായ അംശമെന്നതിനെയാണ് ആയുർവേദത്തിൽ വാദം, വായു എന്നൊക്കെ വിളിക്കുക. എന്താണ് വാദം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അലോപ്പതി ഡോക്ടർമാരോ ഇംഗ്ലീഷ് ഡോക്ടർമാരോ ഒക്കെ വാദമാണ് എന്നൊക്കെ രോഗികൾ വാദമാണ് അല്ല ഇംഗ്ലീഷ് ആയുർവേദക്കാരുടെ കൊണ്ട് ചികിത്സിപ്പിക്കും എന്നൊക്കെ പറയാൻ തുടങ്ങി അല്ലേ? അവരെന്താ വാദം? അവരിപ്പോൾ ആർത്രൈറ്റിസിനെയാണ്, രോഗത്തെയാണ് അവർ വാദം എന്ന് വിളിക്കുക. പക്ഷെ അതാണോ വാദം? അല്ല. വാദം എന്ന് വളരെ ലളിതം. എന്താണ് വാദം എന്ന് ചോദിച്ചാൽ ആയുർവേദത്തിൻ്റെ ഭാഷയിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിരവധി വാതകങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? ഓക്സിജനുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡുണ്ട്, കാർബൺ മോണോക്സൈഡുണ്ട്, നൈട്രിക് ഓക്സൈഡുണ്ട്. അങ്ങനെ നിരവധി വാതകങ്ങൾ ചേർന്നിട്ടാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഗേഷ്യസ് സബ്സ്റ്റൻസുകളെ അല്ലെങ്കിൽ വാതക വസ്തുക്കളെയാണ് നമ്മൾ ആയുർവേദ സിദ്ധാന്തപരമായി വാദം എന്ന് പറയുന്നത്. ഈ വാദത്തെപ്പറ്റി പറയുമ്പോൾ ചരകസംഹിതയിൽ പറഞ്ഞിരിക്കുന്നു, വായു തന്ത്രയന്ത്രധരഃ. ശരീരം എന്ന് പറയുന്നത് ഒരു യന്ത്രമാണെങ്കിൽ, ഒരു യന്ത്രമാണെങ്കിൽ ആ യന്ത്രത്തെ ചലിപ്പിക്കുന്ന തന്ത്രം, ആ തന്ത്രത്തെ ധരിച്ചു നിൽക്കുന്നതാരോ അതാണെന്ത്? വാദം അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നത് അല്ലേ? നിങ്ങളുടെ പ്രാണൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലെ സൂക്ഷ്മമായിട്ടുള്ള ഓരോ കോശങ്ങളെ തൊട്ട്
ഓരോ ടിഷ്യൂവിനെ തൊട്ട് ഓരോ ഓർഗനെ തൊട്ട് ഓരോ സിസ്റ്റം അല്ലേ, ഇപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ്, ഈ സിസ്റ്റങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രത്തെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വസ്തുവുണ്ട്. ആ വസ്തുവിനെയാണ് നമ്മൾ വാദം എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് ആര് തന്നെയാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനാണ്. ഈ ഈശ്വരൻ തന്നെയാണ്, മുമ്പ് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടോ അതെവിടെയുണ്ട്? എവിടെയുണ്ട്? പ്രപഞ്ചത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നും പറഞ്ഞു അല്ലേ. ഇപ്പോൾ സുശ്രുത സംഹിത എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സർജിക്കൽ ടെക്സ്റ്റ്, സർജറിയുടെ ടെക്സ്റ്റ്, അതിൽ ഒരു കുട്ടി ജനിക്കുന്നത് എങ്ങനെയെന്ന് പറയുന്ന ഒരു അധ്യായം തുടങ്ങുന്നത് പ്രപഞ്ചമുണ്ടായത് എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഒരു കുട്ടി ജനിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തുടങ്ങുന്നത് പ്രപഞ്ചമുണ്ടായത് എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം പ്രപഞ്ചം എങ്ങനെയാണോ ഉണ്ടായത് അതേ പ്രോസസ്സിലൂടെയാണ് ഒരു കുട്ടിയും ജനിക്കുന്നത്. ഓരോ സൃഷ്ടിയും അങ്ങനെയാണ് അല്ലേ. ഒരു മാക്രോകോസം എന്ന് പറയുന്ന ഈ പ്രപഞ്ചം ഉണ്ടായതുപോലെ തന്നെയാണ് ഓരോ മൈക്രോകോസവും ഉണ്ടാവുന്നത്, ഓരോ പിണ്ടാണ്ടവും ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ പ്രപഞ്ചത്തിലൊക്കെ എൻ്റെ ഗുരുനാഥൻ പാലക്കാടുള്ള വള്ളൂർ ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ജീവിക്കുന്ന അഷ്ടാംഗഹൃദയം ആയിരുന്നു. അഷ്ടാംഗഹൃദയം എന്ന് പറയുന്ന ഗ്രന്ഥം, യജുർവേദ സംഹിത, അങ്ങനെ നിരവധി, വാൽമീകി രാമായണം, മഹാഭാരതം, ഗരുഡപുരാണം, അങ്ങനെ നിരവധി ഭാരതീയ ഗ്രന്ഥങ്ങൾ മുഴുവൻ കാണാതെ തോന്നിക്കുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ശൈവനാണ്. അദ്ദേഹത്തിൻ്റെ ഉപാസന എന്ന് പറയുന്നത് ശ്രീരുദ്രമാണ്. ശ്രീരുദ്രം എന്ന മന്ത്രമാണ്. അപ്പോൾ ശ്രീരുദ്രം 108 തവണ ജപിച്ച് നമസ്കരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപാസന. അപ്പോൾ ശ്രീരുദ്രം ജപിച്ച് ഒരു 2-3 വട്ടം കഴിയുമ്പോൾ അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് സ്വയം പാകം ചെയ്ത് ഏകവസ്ത്രധാരിയായി ഒരു തപസ്വിയായി ജീവിക്കുന്നൊരു കാലഘട്ടം. അപ്പോൾ അദ്ദേഹം ഒരു കോണകം മാത്രം ഉടുത്ത് നിന്ന് ശ്രീരുദ്രം ജപിച്ച് ഒരു വലിയ മനയുടെ ഉള്ളിൽ, ഒരു 8 കെട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമസ്കരിച്ച് പൊട്ടിക്കരയും. അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല ചങ്കൂറ്റം വേണം. അപ്പോൾ ഞാൻ പിന്നീട് അദ്ദേഹത്തിനോട് പേടിച്ചിട്ടാണെങ്കിലും ചോദിച്ചിട്ടാണ് എന്തിനാണ് കരയുന്നത്. അപ്പോൾ അദ്ദേഹം പറയും, ഒരവസ്ഥ കഴിയുമ്പോൾ എല്ലാം ശിവനാണ് എന്ന ബോധത്തിലേക്ക് അദ്ദേഹം ഉയരും. അവിടെ അദ്ദേഹം ആ ഒരു സാക്ഷാത്കാരത്തിൽ ഇങ്ങനെ പൊട്ടി കരയുകയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിലും ഓരോ പൂവിലും പുഴുവിലും എല്ലാം ഇതേ ചക്രങ്ങൾ തന്നെ, സൃഷ്ടിസ്ഥിതി ലയങ്ങളുടെ ഇതേ ചക്രങ്ങൾ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ആ സാക്ഷാത്കാരത്തിൽ നിന്നിട്ട് അങ്ങനെ പൊട്ടിക്കരയുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ആധ്യാത്മികത ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ആധ്യാത്മികതയുടെ? ഗുരുനാഥൻ എന്നോട് പറയും, എന്താണ് നമ്മളുടെ ഒരു സ്പിരിച്വൽ പ്രാക്ടീസുകളുടെ ആവശ്യകത അല്ലേ? ഇപ്പോൾ ഭക്തിയോ അല്ലെങ്കിൽ ഉപാസനയോ. നമുക്ക് ഉപവാസം എന്നൊരു വാക്ക് നമുക്കെടുക്കാം. എന്താണ് ഉപവാസം? ഉപ എന്ന വാക്കിന് സമീപേ, അടുത്ത് എന്നാണ് അർത്ഥം. വസിക്കുക എന്ന് പറഞ്ഞാലോ താമസിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ ഉപവാസം എന്താണ്? അടുത്ത് താമസിക്കുക. ആരുടെ അടുത്ത് താമസിക്കുക? നിങ്ങളുടെ അടുത്ത് താമസിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയല്ല, നിങ്ങളുടെ അടുത്തൊന്നുമല്ല. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളെന്ത് എന്ന് നിങ്ങൾ സ്വയം ധരിച്ചു വച്ചിരിക്കുന്നത് മറ്റെന്തിനെയൊക്കെയോ ആണ് അല്ലേ. അത് നിങ്ങളുടെ ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ പറ്റിയായിരിക്കാം, ഭാര്യയെ പറ്റിയായിരിക്കാം, അച്ഛനെ പറ്റിയായിരിക്കാം. ഇനിയിപ്പോൾ എന്തൊക്കെയോ ആണ് നിങ്ങൾ എന്ന് നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്, എന്തൊക്കെയോ ആണ് അല്ലേ. അതിൽ നിന്ന് മാറി നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നതിനെയാണ്, നിങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കുവാൻ ശ്രമിക്കുന്നതിനെയാണ്
ഉപവാസം ന ശരീരസ്യ പീഡനം എന്ന് പറഞ്ഞ് ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്, പക്ഷെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല ഉപവാസം. എല്ലാത്തിനെയും ത്യജിച്ച് ഒന്നിലേക്കും വ്യപകരിക്കാതെ, അല്ലേ, ഭക്ഷണത്തിലേക്കോ സുഹൃത്തുക്കളിലേക്കോ, ഭക്ഷണം കഴിക്കാതിരുന്ന് മൊബൈൽ നോക്കുന്നതിന് നമുക്ക് ഉപവാസം എന്ന് വിളിക്കാൻ പറ്റുമോ? അതിനേക്കാൾ ഭേദം ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ. ഉപവാസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്നത് ഉപവാസമാവുമോ? ഇല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഉദ്ദേശം മറ്റൊന്നിനെ ഞാൻ ഉള്ളിലേക്ക് ആഹരിച്ചാൽ അത് എന്നെ എന്തു ചെയ്യും? സ്വാധീനിക്കും. ആ സ്വാധീനത്തിൻ്റെ വലയത്തിലാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഞാൻ ആഹാരം ത്യജിക്കുന്നത്. അതിനെയല്ല ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം എന്ന് പറയുന്നത് എവിടെയാണ് ഞാൻ എന്നെ അന്വേഷിച്ച് മറ്റെല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഞാൻ വസിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉപവാസം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്നതിനെയാണ് ഉപാസന എന്ന് പറയുന്നത്. ഞാൻ എന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയാണ്, എൻ്റെ സത്വം എവിടെയാണ് എന്നന്വേഷിച്ച് ബാക്കി എല്ലാത്തിനെയും ത്യജിച്ച് പരിഗ്രഹിച്ച് ഇരിക്കുന്നതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? ധാരണ ചെയ്ത് ധ്യാനിച്ചിരിക്കുന്നതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? ഉപാസന എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഉപാസനയുടെ വഴിയിലേക്ക് പോയാൽ അതെന്തിനാണ് എന്നാണ്. എന്തിനാണ് ഉപാസന? അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. മുമ്പ് പറഞ്ഞ മനസ്സും, അല്ലേ, ബുദ്ധിയും അഹങ്കാരവും ചിത്തവും എല്ലാം എന്താവും? പൊള്യൂട്ടഡ് ആവും, മലിനമാവും, അല്ലേ. നമ്മുടെ മനസ്സിൽ 3 ഭാവങ്ങളാണ്, അല്ലെങ്കിൽ 3 ഗുണങ്ങളാണ് മനസ്സിനുള്ളത് എന്നാണ് പറയുക. എന്തൊക്കെയാണ്? സാത്വികം, രാജസികം, താമസികം എന്നിങ്ങനെ 3 ഭാവങ്ങളാണ് നമ്മുടെ മനസ്സിനുള്ളത്, അല്ലേ. അതിൽ സാത്വികം ശൗചമാസ്തിക്യം ശുക്ലധർമ്മരുചിർമതി എന്നാണ്. എന്താണ് സാത്വികം? സാത്വികം എന്ന് പറഞ്ഞാൽ ശൗചം, ശുചിത്വമുണ്ടാവും, ശുചിത്വം ഉണ്ടാവുക എന്ന് വെച്ചാൽ നല്ല വെള്ളം ഉണ്ടാക്കി കൊടുത്താൽ എന്താവും? ശുചിത്വമാവത്തില്ല, അല്ലേ. അത് ശാരീരികമായിട്ടും മാനസികമായും വാചികമായും ഒക്കെ എന്തുണ്ടാവണം? ശുചിത്വമുണ്ടാവണം. ആ ശൗചമാണ് സാത്വികതയുടെ ആദ്യത്തെ അവസ്ഥ, ശുദ്ധി, അല്ലേ. ശൗചം. ആസ്തിക്യം, അല്ലേ. ആസ്തിക്യം എന്നതിനെ ഒരു ആധുനികമായിട്ട് നമുക്ക് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് അപ്രോച്ച്. അസ്ഥി പരലോകം, അല്ലേ. ഉണ്ട്, കാണാൻ കഴിയാത്തത് പലതും, അല്ലേ, അത് എൻ്റെ ഉള്ളിലും ഈ പ്രപഞ്ചത്തിലും കാണാൻ കഴിയാത്തതായ സൂക്ഷ്മങ്ങളായിട്ടുള്ള പലതും ഉണ്ട് എന്ന് അന്വേഷിക്കാനും അംഗീകരിക്കാനുമുള്ളൊരവസ്ഥയാണ് ആസ്തികത എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് വേദത്തെ അംഗീകരിക്കുന്നതിനെയോ വൈദികമായതിനെ അംഗീകരിക്കുന്നതിനെയോ അല്ലെങ്കിൽ ഈശ്വരനുണ്ട് എന്ന് അംഗീകരിക്കുന്നതിനെയോ പുനർജന്മമുണ്ട് എന്ന് അംഗീകരിക്കുന്നതിനെയോ ആസ്തിക്യം അല്ലെങ്കിൽ അസ്ഥി അതുണ്ട് എന്ന് പറയുമെങ്കിലും അത് കേവലം മതിയാവുമെന്ന് തോന്നുന്നില്ല, അല്ലേ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ദ്രിയഗോചരങ്ങളല്ലാത്ത പലതും എൻ്റെ ഉള്ളിലും പുറമേയുമുണ്ട്. അതിനെ അന്വേഷിക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്, അല്ലേ, അതിന് നമുക്ക് ആസ്തിക്യം എന്ന് പറയാം. ശുക്ലധർമ്മ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത ധർമ്മരുചി, വെളുത്ത ധർമ്മത്തിൽ രുചി ഉണ്ടാവുക, താല്പര്യമുണ്ടാവുക, അല്ലെങ്കിൽ നന്മയിൽ എന്തുണ്ടാവുക? താല്പര്യമുണ്ടാവുക എന്നുള്ളതാണ്. നന്മയിൽ താല്പര്യമുണ്ടാവുക, മതി, ബുദ്ധി ഉണ്ടാവുക, ഇതൊക്കെയാണ് സാത്വികത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ എല്ലാ പ്രാക്ടീസുകളുടെയും അത് ഏതു മതമായിക്കൊള്ളട്ടെ, ഭാരതീയമായിക്കൊള്ളട്ടെ പാശ്ചാത്യമായിക്കൊള്ളട്ടെ, ഏതൊരു മതത്തിൻ്റെയും സ്പിരിച്വൽ പ്രാക്ടീസുകളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മനസ്സിൽ സാത്വികമായ ഭാവങ്ങളെ ഉണർത്തുക, ഊട്ടിയുറപ്പിക്കുക, അല്ലേ, സത്സംഗമുണ്ടാവുക, സാത്വികമായ ഭാവങ്ങളെ വളർത്തിയെടുക്കുകയും രജസിനെയും തമസിനെയും എന്തു ചെയ്യുക? നശിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്, അല്ലേ. നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഒരു പദ്ധതിയിൽ ആപ്തന്മാർ അല്ലെങ്കിൽ മഹർഷിമാർ എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന ആളുകളുണ്ട്, അല്ലേ. ആരാണ് ഇവർക്കെന്താ? ഇവർ മനുഷ്യർ തന്നെയല്ലേ,
അവർ മനുഷ്യർ തന്നെയാണ്. പക്ഷേ രജസ്തമോഭ്യാം നിർമുക്ത തപോ ജ്ഞാനബലേനയേ തേഷാം ത്രികാലമമലം ജ്ഞാനം അവ്യാഹതം സദാ എന്ന് പറഞ്ഞു. മനസ്സിൽ നിന്ന് രാജസികവും താമസികവുമായ ഭാവങ്ങളെ പൂർണ്ണമായി തുടച്ചു നീക്കി കേവലം സാത്വിക ഭാവത്തിൽ ഉറക്കം പോലുമില്ലാത്ത അവസ്ഥയിൽ, ഉറക്കമെന്ന് പറയുന്നത് എന്തും ഗുണമാണ്? താമസികമായൊരു ഗുണമാണ്. അങ്ങനെയുള്ള ചില വ്യക്തികളെ ഞാൻ ജീവിതത്തിൽ കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതായത് ഉറക്കമില്ലാത്തൊരവസ്ഥയിൽ സ്പിരിച്വൽ പ്രാക്ടീസിലൂടെ എത്തിയവർ. ശരീരം ക്ഷീണിക്കുമ്പോൾ അവർ വെറുതെ കിടക്കുക മാത്രമേ ഉള്ളൂ, പക്ഷേ ഉറക്കമില്ല. കാരണം എന്താ? മനസ്സിൽ നിന്ന് പൂർണ്ണമായി തമസ് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ ദേഷ്യപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. അവരെ ദേഷ്യം പിടിപ്പിക്കാൻ, അവരിൽ രജസ്സുണ്ടാക്കാൻ, അല്ലെങ്കിൽ അവരിൽ അഹങ്കാരമുണ്ടാക്കാൻ, അല്ലെ മാനകൃദംഭ മത്സരം, അല്ലെ മാത്സര്യമുണ്ടാക്കാൻ, ഞാൻ വലുതാണെന്ന് തോന്നലുണ്ടാക്കാൻ, ദേഷ്യം പിടിപ്പിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ആ ഭാവം അവരുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തമസും രജസും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ പൂർണ്ണമായ സാത്വികമായൊരവസ്ഥയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരനെ, നിങ്ങളുടെ പുറമെയുള്ള ഈശ്വരനെയും നിരന്തരം സാക്ഷാത്കരിച്ചുകൊണ്ട് ജ്ഞാനം അവ്യാഹതം സദാ എന്നാണ്. അറിവ് ഇങ്ങനെ ഒഴുകി ത്രികാലമായിട്ടുള്ള അമലമായിട്ടുള്ള അറിവ്, ആ അറിവിൽ അല്ലേ അറിയുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ കർമ്മം. യഥാർത്ഥത്തിൽ ആരാണ് ആത്മാവ്, എന്താണ് ആത്മാവ് എന്ന ചർച്ചയിൽ ജ്ഞാനാധികരണം ആത്മാ. നിങ്ങൾ ഒരു കാര്യം അറിയുമ്പോൾ ആരാണോ ഉള്ളിൽ അവസാനം ആ അറിവ് നേടുന്നത്, ആ അറിവ് ആർജിക്കുന്നത് ആരോ അയാളാണ് ആത്മാവ്. നിങ്ങൾ അന്വേഷിക്കുമ്പോൾ, നിങ്ങൾ അറിവ് അന്വേഷിക്കുമ്പോൾ ആ അറിവ് ഒടുവിൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെയാണോ എത്തിച്ചേരുന്നത്, നിങ്ങൾ എന്നെ ശ്രവിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ പുതുതായിട്ട്, ആ മനസ്സിലാക്കുന്ന പ്രോസസ്സിൽ മനസ്സിൽ ആക്കി, ആ മനസ്സിലാക്കിയതിനെ എന്ത് ചെയ്തു? നിങ്ങൾ ഉൾക്കൊണ്ടു അല്ലേ? അത് ഉൾക്കൊള്ളുമ്പോൾ അതെവിടെയാണോ എത്തിച്ചേരുന്നത് അതാണ് ആത്മാവ്. സംശയാത്മകം മനഃ നിശ്ചയാത്മകം ബുദ്ധി എന്ന് പറഞ്ഞു. നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മുടെ ഉള്ളിലൊരു വോയിസ് ഉണ്ട്, ഇങ്ങനെ പറയുന്നതൊക്കെ ശരിയാണോ, അങ്ങനെ സംശയം അല്ലേ? സംശയം. അപ്പോൾ അതെങ്ങനെയാണോ, ഇതിങ്ങനെയാണോ എന്നുള്ള തോന്നലുകൾ എവിടെ നിന്നാണോ വരുന്നത് അതാണെന്ത്? മനസ്സ്. മനസ്സെന്ന് പറയുന്നത് അതങ്ങനെയാവാം, അതിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ, അങ്ങനെയാവാൻ ഓപ്ഷണലായിട്ടുള്ള പല പോസിബിലിറ്റികളെ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതാണ് എന്ത്? മനസ്സ്. ആ ഓപ്ഷനുകളിൽ നിന്ന് ഇത് ചെയ്യാം, മള്ളിയൂർ ഭാഗവത സത്രത്തിൽ അങ്ങ് പോയേക്കാം എന്ന് തീരുമാനിച്ച എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് വിളിക്കുന്നത്. ഇതാണ് അന്ധക്കരണങ്ങൾ അല്ലേ? ഈ അന്ധക്കരണങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഉപാസനകൾ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള പ്രക്രിയകളിൽ നമ്മൾ ഏർപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ ഗുരുനാഥൻ ഒരു വിഷവൈദ്യനായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പാമ്പൊക്കെ കടിച്ച് പാലക്കാടൊക്കെ ആളുകൾ പാമ്പോ പട്ടിയോ പേപ്പട്ടിയോ കടിച്ച് അദ്ദേഹം മതി, ഇനി ചികിത്സയില്ല എന്ന് പറഞ്ഞാൽ ചികിത്സയില്ല എന്നുള്ള വിഷവൈദ്യത്തിൻ്റെയൊക്കെ ഒരു അവസാന വാക്കായിരുന്നു. അതായത് അഷ്ടവൈദ്യന്മാരുടെ ചികിത്സകനാണ് എൻ്റെ ഗുരുനാഥൻ. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഉപാസന എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഉത്തരമുണ്ട്. ഉപാസന നിങ്ങൾക്ക് തോന്നേണ്ട സമയത്ത് തോന്നിക്കാനാണ് ഉപാസന. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് തോന്നേണ്ട സമയത്ത് തോന്നിക്കാനാണ് ഉപാസന അല്ലേ? ഒരു വിഷവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലേ, രാവിലെ എഴുന്നേറ്റ് ഉഷസ്യു ഉദ്ധായ സ്വസ്ഥാത്മാ പ്രാണായാമപരായണ എന്ന് പറഞ്ഞിട്ടൊരു ദിനചര്യയുണ്ട്. ശരം നോക്കുക, ഗ്രഹനില നോക്കുക, ഇതൊക്കെ നോക്കിയിട്ട് ഇന്ന ദേശത്തിൽ നിന്ന് ഇന്ന പാമ്പിനെയോ അല്ലെങ്കിൽ ഇന്ന വിഷമോ കടിച്ച് ഇന്ന സമയത്ത് ഇന്ന വയസ്സുള്ള ഒരു ആണിനെയോ പെണ്ണിനെയോ കൊണ്ടുവരും. അത് സാധ്യമാണോ അസാധ്യമാണോ എന്ന് ഗണിച്ച് ഒരു ദിനം ആരംഭിക്കുന്ന ഒരു വിഷഹാരിയുടെ ഒരു ജീവിതമുണ്ട്. അദ്ദേഹത്തിൻ്റെ അന്ധക്കരണങ്ങളുടെ ഒരു ശുദ്ധിയുണ്ട്. അത് പിഴച്ചാൽ സംഭവിക്കുന്നത് വലിയ പിഴവാണ് അല്ലേ? അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കണം അല്ലേ? ആ കണ്ണിലേക്കൊക്കെ നോക്കിയിട്ട് ഓജസ് കൂടി വരണ്ടോ ഓജസ് കുറഞ്ഞു വരണ്ടോ എന്നൊക്കെ അദ്ദേഹം
നോക്കി ഇങ്ങനെ പറയും. അപ്പോൾ ഒരാളുടെ കണ്ണിലേക്ക് നോക്കി ഒരാളുടെ ഓജസ് നിർണ്ണയിക്കണം. വിഷമാണോ ശക്തി വയ്ക്കുന്നത്, ഓജസ്സാണോ ശക്തി വയ്ക്കുന്നതെന്ന് പറയണം. അപ്പോൾ അവിടെയൊക്കെ നമ്മളുടെ അന്ധക്കരണങ്ങൾ അത്ര ശുദ്ധിയിൽ, അത്ര ശക്തമായി നമ്മുടെ അന്ധക്കരണങ്ങളെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപാസനകൾ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ ഉണർത്താനാണ്. നരനും നാരായണനും ഒന്നാണ് എന്ന് തിരിച്ചറിയാനാണ്. അല്ലെങ്കിൽ മനുഷ്യനെ ദേവനാക്കാനാണ് ഭാരതീയമായ ശാസ്ത്രങ്ങളെല്ലാം പല തട്ടുകളായി അണിനിരന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ആ സംസ്കാരത്തെ നമുക്ക് ഇനിയും സ്വാംശീകരിക്കാൻ സാധിക്കട്ടെ. അതിനുള്ള പ്രക്രിയയിൽ വള്ളിയൂർ ആധ്യാത്മിക പീഠത്തെ പോലെയുള്ള പരമ്പരാഗതാർജിതമായിട്ടുള്ള പാരമ്പര്യങ്ങൾക്ക് അവർ പ്രിസർവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു പാഠമുണ്ട്. എൻ്റെ ഗുരുനാഥൻ എന്നെ മുഖാമുഖം പഠിപ്പിച്ച ഒരു പാഠമുണ്ട്, അല്ലേ? മുഖാമുഖം ഇരുത്തി നേരെ ഇരിക്കൂ കുട്ടി എന്ന് പറഞ്ഞ് ചൊല്ലിത്തന്ന ഒരു ഭാഗം, ഒരു പാഠമുണ്ട്. അത് ഓത്താണ്, അല്ലേ? അത് ശ്രൗതമാണ്, ശ്രുതിയാണ്, അല്ലേ? നമ്മൾക്ക് അച്ചടിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, ലിഖിതങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ്, അല്ലേ? ഭാഷ, സംസ്കൃതം എന്ന് പറയുന്നത് ശബ്ദശാസ്ത്രമാണ്. ആ ശബ്ദശാസ്ത്രത്തിലൂടെ ഈ അനാദിയായ, അനന്തമായ, ശാശ്വതമായ അറിവുകളെ നമ്മൾ തുടർന്ന്, അല്ലേ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നു കൊടുത്ത് ഇവിടെ സൂക്ഷിച്ചു വെച്ച ഒരു സംസ്കാരമുണ്ട്. എത്രയോ വിദേശ ശക്തികൾ വന്ന് ആക്രമിച്ചിട്ടും ഇതെല്ലാം ഇവിടെ നിലനിർന്നു പോകുന്നത് ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളുടെ ഒരു ശക്തി കൊണ്ടാണ്. അങ്ങനെ ഒരു പാരമ്പര്യം നമ്മുടെ വള്ളിയൂരും നമുക്കുണ്ട്. ആ അറിവിനെ, അത് വളരെ ശുദ്ധമായി തന്നെ ആ ലീനിയേജിനെ, ആ പാരമ്പര്യത്തെ, ആ പാഠശുദ്ധിയെ, അല്ലേ? വള്ളിയൂർ ഇപ്പോൾ അച്ഛൻ തിരുമേനി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ വേറെ വാക്കില്ല, അല്ലേ? ഒരു വരിയിൽ, ഒരു ശ്ലോകത്തിൽ ഒരു പാഠഭേദമെന്ന് പറയും. ഒരു വാക്കുകൾ രണ്ടോ, ഒരു പ്രിൻ്റിൽ രണ്ട് വ്യത്യാസം വന്നാൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ അതല്ല ഇതാണ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അവസാനമായൊരു വാക്കില്ല. അതാണ് ഈ പാരമ്പര്യങ്ങളുടെ അറിവിൻ്റെ പ്രാധാന്യം, അല്ലേ? ശ്രൗതമായി അവർ, അല്ലേ? എൻ്റെ ഗുരുനാഥൻ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ പറയും, ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ ശബ്ദമാണ് കേൾക്കുന്നതെന്ന് പറയും. മനസ്സിലായില്ലേ? ഞാൻ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ ശബ്ദം കേട്ടാണ് ഞാൻ ആ ശ്ലോകങ്ങൾ ഇന്നും നിങ്ങളുടെ മുമ്പിൽ ചൊല്ലുന്നത്. അങ്ങനെ ആ ശബ്ദത്തെ മഹർഷിയിൽ നിന്ന് സ്വീകരിച്ച്, മഹർഷിമാരിൽ നിന്ന് സ്വീകരിച്ച് ശിഷ്യന്മാരിലേക്ക് ശ്രൗതമായി ആ അറിവിനെ പകർന്നു കൊടുത്ത് ഈ മണ്ണിൽ നിലനിർത്തിയ വലിയ പാരമ്പര്യങ്ങളുണ്ട്. ആ പാരമ്പര്യങ്ങളിൽ പ്രൗഢമായ ഒന്നാണ് വള്ളിയൂർ ആധ്യാത്മിക പീഠവും. അതിന് ഇനിയും തലമുറകളോളം നിലനിൽക്കാൻ, ഭൂമിയിലുള്ളിടത്തോളം കാലം നിലനിൽക്കാൻ സാധിക്കട്ടെ. മനുഷ്യന് ഈ ഭാഗവത അമൃതം, നിങ്ങൾ ഭഗവാനാണ്, നിങ്ങൾ ഭഗവാന്റെ ചൈതന്യമാണ് എന്നുള്ള സാക്ഷാത്കാരം ഉണ്ടാക്കാനായി നമ്മുടെ വരും തലമുറകൾക്കായും വേണ്ടി ഇത് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് സംവദിക്കുവാൻ അവസരം തന്ന തിരുമേനിമാർക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. സ്വസ്തി. ശുഭമസ്തു. പരം തതോ ജഗത. അഖില